കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് കാർ നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. തമ്പലക്കാട് സ്വദേശിയായ അഭിജിത്താണ് മരിച്ചത്. 3 പേർക്ക് പരിക്കുണ്ട്. കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് ഷിനോജി. ദൃശ്യങ്ങൾ കാണുമ്പോൾ എന്തൊരു ഇടിയാണ്, ആ രീതിയിലാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് വന്നിടിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? ആര്യ, നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് ഇന്നലെ രാത്രി 11:15 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. നിയന്ത്രണം വിട്ട കാർ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ കെട്ടിടത്തിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന തമ്പലക്കാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്ത് സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനത്തിനുള്ളിൽ മറ്റ് 2 പേർ കൂടി ഉണ്ടായിരുന്നു. അതിൽ ദീപു, ആതിര, ഈ 2 പേരാണ് മറ്റേ വാഹനത്തിന് പുറത്ത് മറ്റുണ്ടായിരുന്നത്. ഇവർ 2 പേരും, അതായത് ഈ ദീപുവും ആതിരയും ഇരുന്നത് വാഹനത്തിന്റെ പിറകിലായിരുന്നു. പക്ഷേ ഇവരുടെയും നിലവിലെ ആരോഗ്യനില എന്ന് പറയുന്നത് അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. 2 പേരും പാലായിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ തന്നെ ചികിത്സയിൽ ഇപ്പോൾ തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ ആതിരയുടെ വിവാഹം നടന്നത്. അതിനുശേഷം ഇത്തരത്തിൽ വീട്ടിൽ വന്ന് തിരിച്ച് മടങ്ങുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഈ അപകടം എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയ രീതിയിലൊരു അപകടമാണ് കാഞ്ഞിരപ്പള്ളി കുന്നും ഭാഗത്ത് ഇന്നലെ രാത്രി നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഇന്നലെ രാത്രി 11 മണിക്ക് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുമ്പോൾ അത്രമേൽ പേടിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഒരു മരണം, 3 പേർക്ക് പരിക്ക്.